ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ, എനിക്ക് അവരുടെ പേര് ഞാൻ പറയുന്നില്ല. ഓക്കെ, പറഞ്ഞ പേര് പറയുന്നത് നിങ്ങളെങ്ങനെ അറിയുന്നത്? അവർ 24 മണിക്കൂറും എൻ്റെ വീഡിയോസിനാണ് അവർ എൻ്റെ വീഡിയോസ് എടുത്തിട്ട് എന്നെ കുറ്റപ്പെടുത്തി എടി പൊടി എന്നുള്ള വിളിച്ചുള്ള കാര്യങ്ങളാണ്. എൻ്റെ അനിയൻ പ്രതീഷ്, എൻ്റെ നായകൻ പ്രതീഷിനെ ഞാൻ ഫുഡ് വാരി കൊടുത്തതിന് പ്രതീഷിൻ്റെ വൈഫിനില്ല കുഴപ്പം. ഞാൻ റൂമിലിരുന്നോ അല്ലെങ്കിൽ വേറെ എല്ലായിടത്തും ഇരുന്ന് പാത്തും പതുങ്ങിയൊന്നും അല്ല അവന് വാരി കൊടുത്ത് അവന് എനിക്ക് ഫുഡ് വാരി തന്നതും. മനസ്സിലായോ? ഞാനത് ക്യാമറയ്ക്ക് മുന്നിലാണ് ചെയ്തത്, അല്ലാതെ നിങ്ങളാരും കാണിക്കുന്നില്ല, പാത്തൊന്നുമല്ല ഞാൻ കാണിച്ചത്. മനസ്സിലായോ? എന്നെ കുറേ നാളെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നില്ല എന്ന് വെക്കുന്നതുകൊണ്ട് ഞാൻ പൊട്ടിയൊന്നുമല്ല. പിടി കിട്ടിയോ? ചേച്ചി പിടി കിട്ടിയോ ഞാൻ ആരോടാ പറയുന്നെന്ന്? ചേച്ചി കുറേ ദിവസമല്ലോ തുടങ്ങിയിട്ട് എൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ വാരി കൊടുക്കുവാണോടി. അവൻ മുതല പോലെ വാ തുറക്കുന്നു. അവനെ ഒന്നും പറയണ്ട കേട്ടല്ലോ. എന്നെ നിങ്ങൾ പറഞ്ഞു, എന്നെ പറയുന്ന എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവനെയോ അവൻ്റെ വൈഫിനെ പറയാൻ നിങ്ങൾക്ക് യാതൊരുവിധ അവകാശമില്ല. എന്നെ നിങ്ങൾ പറഞ്ഞു, എനിക്കൊരു വിഷയമില്ല കേട്ടല്ലോ. അപ്പം ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ ഇടപെടും. നിങ്ങളുടെ ഒരു കാര്യത്തിനും രേണുസുതി ഇടപെടാൻ വന്നിട്ടുമില്ല, വരത്തുമില്ല. എന്നെ വെറുതെ വിട്ടേക്ക് കേട്ടോ. പിന്നെ ഞങ്ങൾ വാരിക്കൊടുക്കുവോ, ചിലപ്പോൾ ഞങ്ങൾ ഹഗ് ചെയ്യുമോ, അതൊക്കെ എനിക്കും പ്രതീഷിനും അല്ലെങ്കിൽ പ്രതീഷിന്റെ വൈഫിനും ഇടയിലുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾ അതിനകത്ത് ഇടപെടണ്ട കേട്ടല്ലോ. ഞാൻ എൻ്റെ സ്വന്തം അനിയനാണ് അവൻ, അവൻ്റെ സ്വന്തം ചേച്ചിയാണ് ഞാൻ. അതുപോലെ തന്നെ അമ്മൂസ് അവൻ്റെ വൈഫ് എൻ്റെ സ്വന്തം അനിയത്തിയാണ്, അവരുടെ സ്വന്തം ചേച്ചിയാണ് ഞാൻ കേട്ടല്ലോ. പിന്നെ സുധിച്ചേട്ടന് വാരി കൊടുത്തോ ഇല്ല നിങ്ങളോടാണ് എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? സുധിച്ചേട്ടന് ചിലപ്പോൾ വാരി കൊടുത്തിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ഞാൻ സുധിച്ചേട്ടന് കെട്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇതെല്ലാം നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? കുറേ നാളായി നിങ്ങൾക്ക് തുടങ്ങിയിട്ട് കേട്ടോ. അപ്പം ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ വെറും ഇതാകത്തില്ല, ആയെന്നോർക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മറുപടി ആയിട്ട് വന്നത് കേട്ടോ. ശരി, ബൈ. അല്ല, ഇതൊക്കെ കാണുമ്പോ എങ്ങനെ പറയാതിരിക്കല്ലേ, പറഞ്ഞു പോണമെന്നാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഇവളുടെ പാവാട വള്ളികൾ വന്നിട്ട് എനിക്കിവിടെ നല്ല താങ്ങുമായിരിക്കും. എന്നാലും ഞാൻ പറയും, അല്ല ഇവള് സുധിച്ചേട്ടൻ ജീവനോട് കൂടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ചേട്ടന് ഒരു പിടി വാരി കൊടുക്കണത് ഞാൻ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പോട്ടെ, ഈ വാരി കൊടുത്തിട്ട് അണ്ണാക്കും വാ പൊളിച്ചിട്ട് മുതല വാ പൊളിക്കണ പോലെ നിൽക്കുന്ന ഇവന്റെ ഭാര്യയ്ക്ക് വാരി കൊടുക്കണത് നിങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടോ? ചെയ്യത്തില്ല. ഇതിപ്പോ ഞാൻ പാട്ടുകാരൻ ഗോപിയണ്ണന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ ആദ്യമേ പറഞ്ഞു. ഇത് തോടെ കോഞ്ഞാട്ടേക്ക് പോവും, അങ്ങേര് വേറെയും തേടി പോകുന്നു. അതേപോലെ ഇപ്പൊ ഞാൻ പറയണ്, ഇവന്റെ കുടുംബം കലങ്ങി കുത്തുവാളെടുത്ത് പണ്ടാറടങ്ങുന്നവരെ ഇവന് വാരിയും കൊടുക്കും. ഇവൻ മുതല വാ പൊളിക്കുന്ന പോലെ പൊളിച്ചോണ്ടിരിക്കും. എടാ നാണം മാനം ഉളുപ്പില്ലാത്തവനെ, നിന്റെ ഭാര്യ ഇത് കാണുന്നില്ലേ? അല്ലെ നിന്റെ പെണ്ണുമ്പിള്ള കാണുന്നില്ലേ? അല്ല നിന്റെ കൊച്ചുങ്ങൾക്ക് വാരി കൊടുക്കടാ, അല്ല നിന്റെ ഭാര്യക്ക് വാരി കൊടുക്കടാ, ആ സുഷ്കാന്തി കാണിക്കടാ, താലി കെട്ടി പെണ്ണിന് വാരി കൊടുക്കടാ. ഇത് ഏത് സിനിമയുടെ ലൊക്കേഷനാ? ചായക്കടയിൽ നിന്നിട്ട് രണ്ടുപേരും അങ്ങോട്ട് അയ്യോ നമ്മളൊന്നും പറയാൻ പാടില്ല, കാരണം എന്താ വെച്ചാല് ജീവിക്കാൻ വേണ്ടി പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ രോദനമാണ്. ആരും ഒന്നും പറഞ്ഞേക്കരുതേ. പറഞ്ഞ ഇപ്പൊ തന്നെ എല്ലാം കൂടി വന്നിട്ട് നമ്മളെ ഇങ്ങോട്ട് എടുത്തു വിഴുങ്ങും. ഞാൻ പറയും, ഇനിയും പറയും, നാണം മാനം ഉളുപ്പില്ലേ? ജീവനോട് കൂടിയിട്ട് ഇരിക്കുന്ന സുധിച്ചേട്ടൻ ഒരു പിടി വാരി കൊടുത്തിട്ട് ഞാൻ എവിടെയും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല. സോഷ്യൽ മീഡിയ എന്നല്ല, ടിക്ടോക്കിലാണെങ്കിലും ശരി, റീൽസ് ആണെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. ഏതോവളുടെ ഭർത്താവിന്റെ വായിൽ ചായക്കടയിൽ നിന്നിട്ട് ഊട്ടിക്കൊടുക്കാൻ എന്നൊക്കെ നാണാവില്ലേ? എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, അയ്യോ എന്റെ പിള്ളേരെ വളർത്താൻ എന്റെ സുധിച്ചേട്ടന്റെ ആത്മാവിന് വേണ്ടിയിട്ട് ഞാൻ എന്തോ നാടി ഇതെന്തോ നാടി. അവന്റെ കുടുംബം കോളം തോണ്ടുന്നവരെ ഉണ്ടാവും നിന്റെ ഈ ഭാര്യ കൊടുക്കലും അവൻ മുതല പൊളിക്കുന്ന പോലെ പൊളിക്കലും. അത്രേ ഉള്ളൂ. എടാ നിനക്ക് ഉളുപ്പില്ലാത്തവനെ നീ നിന്റെ ഭാര്യക്ക് വാരി കൊടുക്കടാ. അഭിനയ രംഗത്ത് വന്നതു മുതൽ ഏറെ സൈബർ ബുള്ളിങ്ങിന് ഇരയായ വ്യക്തി തന്നെയാണ് കൊല്ലം സുധിയുടെ ഭാര്യയായ രേണുസുതി. കഴിഞ്ഞ ദിവസം രേണുസുതിയെക്കുറിച്ചുള്ള പോസ്റ്റുകൾ പങ്കുവെച്ച് മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്ന ദയ അച്ചു എത്തിയിരുന്നു. വളരെ മോശമായി തന്നെയാണ് ദയ അച്ചു രേണുസുതിയെ പരാമർശിച്ചിരുന്നത്. ഇപ്പോഴിതാ ദയ അച്ചുക്ക് നല്ല തക്ക മറുപടിയുമായാണ് രേണുസുതി വീഡിയോയുമായി എത്തിയിരിക്കുന്നത്.